ആഹാ, ഇന്ന് നീ ഉണ്ടല്ലോ കൂട്ടിന്. എവിടേക്കാണ് വൈകിട്ട് രണ്ടും കൂടി? ഇതാ ഞങ്ങളുടെ കട വരെ. എനിക്ക് ഷോപ്പിങ്ങിന് പോണായിരുന്നു, അപ്പൊ ഇവളും കൂടി വരാന്ന് പറഞ്ഞു. ഇന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരേണ്ടത് എന്റെ ടേൺ ആയിരുന്നേ. എനിക്കും ഷോപ്പിൽ പോണം എന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോ ദേ കല്ലു റെഡിയായിട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ കുട്ടികള് വീട്ടില് തനിച്ചാവില്ലേ? തനിച്ചിരുന്ന് പഠിക്കട്ടെ. എന്ത് കല്ലു ഈ പറയണേ? കൊച്ചു കുട്ടികളല്ലേ, അങ്ങനെ തനിച്ചിരുത്താനൊന്നും പാടില്ല. എന്താ ഇരുത്തിയാല്? ഇപ്പോഴത്തെ കാലാണ്. നിങ്ങൾ ഇത് ഏത് ലോകത്താണ്? ഇപ്പോഴത്തെ കാലം നേരിടാൻ അവരെ ഒന്ന് റെഡി ആവട്ടെന്നേ. കല്ലുവേ, ഞാൻ തമാശയല്ലാട്ടാ പറയണത്. നിനക്ക് വയ്യെങ്കിൽ വേണ്ടാട്ടാ, ഞാൻ പോയി കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പോവാണ്. പക്ഷെ മതി കല്ലു, പാവത്തിന് ഇനി പറഞ്ഞു വിഷമിപ്പിക്കണ്ടാട്ടാ. അതിനർത്ഥം എന്നെ പറ്റിച്ചു എന്നല്ലേ? അതെ. ഓ, അപ്പൊ രേഖു വീട്ടിലുണ്ട് അല്ലേ? ഇല്ല, അശ്വിൻ വീട്ടിലുണ്ട് യാസുവേ. ഓ അങ്ങനെ, വല്ലാണ്ട് എന്നെ പേടിപ്പിച്ചു കളഞ്ഞൂലോ. യാസുവിനെ ഇപ്പൊ കണ്ടപ്പോ തന്നെ കല്ലു പറയായിരുന്നു, ഇപ്പൊ ചോദിക്കും കുട്ടികളെ കൂട്ടാണ്ടാണോ രണ്ടുപേരും കൂടി നടക്കണേന്ന്. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു, നീ ചോദിക്കുകയാണെങ്കിൽ കുട്ടികള് തനിച്ചാണെന്നൊന്ന് പറയണം, വെറുതെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ. കല്ല്, നിന്നെ കൊണ്ട് തോറ്റൂലോ. രഘുവിന്റെ കാര്യത്തിൽ നീ എന്തുട്ടാ പറഞ്ഞത്? ചെലപ്പോ രഘുവേട്ടൻ കൊച്ചു കുട്ടികളെ പോലെയെന്ന്. നീയേ ഇപ്പൊ അതിനപ്പുറമായിട്ട് വരുന്നുണ്ട് കേട്ടാ. ഓ ആയിക്കോട്ടെ. ഒന്നോർത്താല് ഏത് മനുഷ്യല്ല ഒരു കുട്ടിയില്ലാത്തത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും കുറുമ്പത്തരം കാണിക്കാൻ ആഗ്രഹിക്കണേ, വാത്സല്യം കിട്ടാൻ ആഗ്രഹിക്കണേ ഒരു കൊച്ചുകുട്ടി അല്ലേ? പക്ഷെ നീ ഭയങ്കര സീരിയസ് ആണല്ലോ നീയെ. അത് സാഹചര്യം കൊണ്ടിട്ടാണ് കേട്ടാ. നമുക്ക് കുട്ടിക്കളി എടുക്കാമെന്നുള്ളോടെ എടുത്തേ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കണതാ ഭേദം. അത് പോട്ടെ, അശ്വിന് ക്ലാസ് ഇല്ലേ കല്ലുവേ? ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടിക്ക് ഒരു പനിക്കോളെന്ന് പറയണു. അശ്വ, അപ്പൊ അവന്റെ അടുത്താണോ ബാക്കി കുട്ടികളെ ഏൽപ്പിച്ചത്? പനി പകരില്ലേ? പിന്നെ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് മനസ്സിലാവണില്ല, ഇപ്പോഴത്തെ പനികളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന്. പൊന്നു യാസേ, അവന് പനി വരാൻ പോണ പോലെ തോന്നണൂന്നേ പറഞ്ഞുള്ളൂ. പല ജലദോഷമായിരിക്കും, ഞാൻ തൊട്ട് നോക്കിയിട്ട് ഒരു ടെമ്പറേച്ചറും ഇല്ല. ഓ അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ പേടിച്ചു. ഞാൻ ആലോചിക്കാണ്, നിനക്കൊരു കുട്ടി ജനിച്ചാലുണ്ടല്ലോ അതിനെ ക്ലാസ്സിൽ പോലും വിടാൻ പോണില്ല. അതെന്തേ? അല്ല, മഴക്കാലത്ത് പനിയും ജലദോഷം ഇല്ലാത്ത ഒരു കുട്ടിയും കാണില്ലല്ലോ ക്ലാസ്സില്. ഓ അങ്ങനെ. എനിക്കിനി കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ വർഷമായില്ലേ. പറയണ കേട്ടാത്തോന്നും 19 വയസ്സായിന്ന്. വയസ്സിന്റെ അല്ല, ഓരോ കൊല്ലം കഴിയുമ്പോഴും നമുക്ക് ആ പ്രതീക്ഷ കുറഞ്ഞു വരും. അതാ നല്ലത് യാസേ, ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്തേ? പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും, പ്രതീക്ഷിക്കാതെ കിട്ടണതോ അത്രയ്ക്ക് സന്തോഷവും. എന്തേ നീ അങ്ങനെ പറയണത്? ഞാനോ വെറുതെ പറഞ്ഞേ ഉള്ളൂ. വെറുതെ പറഞ്ഞതാണെങ്കിലും അതിൽ കാര്യമുണ്ട് കേട്ടാ. മഞ്ജുമോളെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്, അതുകൊണ്ട് ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷെ ഐശുവിന്റെ കാര്യം വന്നപ്പോ പ്രതീക്ഷിച്ചോണ്ടാവും അത്ര വലിയ ത്രില്ല് തോന്നിയില്ല. അത് മഞ്ജുവിന്റെ കാര്യത്തിലേ ആദ്യമായിട്ട് അമ്മയായതിന്റെ ത്രില്ലാണ്, മനസ്സിലായില്ലേ? അതും ആവാലേ, ശരിയാണ്. അല്ല കല്ലേ, നീ എന്തുട്ടാ പോണത്? രഘുവിന്റെ അടുത്ത് പറഞ്ഞ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ലേ? അതൊക്കെ തരും, പക്ഷെ കറങ്ങണേന്റെ രസമൊന്നും വേറെയാണ്. നമ്മള് പെണ്ണുങ്ങൾക്കേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ക്രേസ് അല്ലേ. എനിക്ക് അരിയും പച്ചക്കറിയൊന്നും എടുക്കുന്നതിൽ ഒരു രസമില്ല. പല ഡ്രസ്സൊക്കെ ആണെങ്കിൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് മാത്രല്ല, വീട്ടമ്മമാര് 24 മണിക്കൂറും വീട്ടിൽ തന്നെ അല്ലേ. ഒന്ന് പുറത്തോട്ടിറങ്ങി ഫ്രഷ് കാറ്റൊക്കെ അടിക്കുമ്പോ അതും ഒരു ഉന്മേഷം. അത് കേട്ടപ്പോ കൂടെ വരാൻ എനിക്കൊരു പൂതി. എന്നാ പോരേന്നേ? ഇന്ന് വേണ്ട, തുണി ഒരുപാട് തിരുമാൻ കിടക്കണു, പിന്നെ പാത്രങ്ങളെ കുറെ മോറാനുണ്ട്. അത് ശരിയാട്ടാ, ഞാൻ ചിലപ്പോ ആലോചിക്കും എന്തൊക്കെ ഇത്ര പാത്രം എല്ലാ ദിവസവും വരണ കഴുകാനായിട്ടെന്ന്. നിന്റെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് 4-5 പേരെങ്കിലും ഉണ്ടെന്ന് പറയാം. എന്റെ കാര്യോ ആകെപ്പാടെ 2 പേരേ ഉള്ളൂ, പക്ഷെ കഴുകാനാണെങ്കിൽ ഒരു കുന്നു പാത്രം. ഇതെങ്ങനെയാവണം എനിക്കൊരു പിടിയില്ലാട്ടാ. അപ്പൊ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലേ? ഞാൻ വിചാരിച്ച എന്റെ മാത്രം അവസ്ഥയായിരിക്കും. പക്ഷെ എന്റെ അതിശയം എന്താണെന്നറിയോ? കല്ലുവിന്റെ വീട്ടിൽ വന്ന അഴുക്ക് പിടിച്ച ഒരു പാത്രം സിങ്കിൽ കാണില്ല. അത് ഞാൻ അഴുക്കാകുമ്പോ അപ്പൊ തന്നെ മോറി വെക്കും. അതുകൊണ്ടാണ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴുകാനിരുന്ന എനിക്ക് പ്രാന്താ വരും. എന്റെ അതിശയം, കല്ലുവിന്റെ വീട്ടിലെ പാത്രം കഴുകുന്ന സ്പോഞ്ചില്ലേ, കണ്ടു പഠിക്കണം. എന്താ ക്ലീൻ! അത് ഞാൻ എപ്പോഴും കഴുകി പിഴിഞ്ഞു വെക്കണത് കൊണ്ടാ. അത് മാത്രല്ല, 1-2 ആഴ്ച കൂടുമ്പോ ഞാനത് മാറ്റുകയും ചെയ്യും. നിനക്ക് പിന്നെ കടയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ, അതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുക്കാലോ. അതുകൊണ്ടല്ല, ഞാൻ എവിടെയോ വായിച്ചു, ഇതൊക്കെ ക്ലീൻ അല്ലാണ്ട് വെക്കുമ്പോഴേ ഒരുപാട് കീടാണുക്കൾ വളരും അത്രേ. അങ്ങനെയാണ്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, കുറച്ച് നേരമായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കല്ലേ? വായോ, നമുക്ക് അകത്ത് പോയിട്ടിരുന്നിട്ട് സംസാരിക്കാം. അത് വേറൊരു ദിവസമാവട്ടെ, ഇന്നിപ്പോ കടയിൽ പോവാനുള്ളതല്ലേ. അല്ല, നിനക്ക് എന്തെങ്കിലും എടുത്തിട്ട് പോരണോ യാസുവേ? പറഞ്ഞ സ്ഥിതിക്ക് 2 സ്പോഞ്ച് കൊണ്ടുവന്നോളൂ. ഓക്കെ, എന്നാല് ഞങ്ങൾ ചെല്ലട്ടെ.
അല്ല നീയെ നിന്റെ കവളിൽ എന്താ ഒരു ചോപ്പ്? കൊതു കടിച്ചാണെന്ന് തോന്നുന്നു. കല്ലുവേ എന്തേ? മഴ വരാൻ പോണ പോലെ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വന്നാലോ? ഓ ആയിക്കോട്ടെ, ശരി എന്നാ യാസേ, ഞാൻ ചെല്ലട്ടേട്ടാ. ഇവളിത് എന്താണ് ശരവേഗത്തിൽ ഓടണത്? നീ മറന്നോ യാസുവേ? എന്തുട്ട്? നീയല്ലേ എന്നോട് പറഞ്ഞത് ഇവളുടെ വീട്ടിൽ നിന്ന് ഒച്ചയും ബഹളമൊക്കെ കേട്ടൂന്ന്? അതിന് ഓ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കണ്ട, ഞാൻ പോയിട്ട് വരാട്ടാ. ഓക്കെ. അപ്പൊ അതിനർത്ഥം നീക്ക് ഭർത്താവിന്റെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സംഭവം ഓർക്കാണ്ടങ്ങ് ചോദിച്ചും പോയില്ലോ. എന്തൊക്കെയാ നീയുടെ വീട്ടിൽ നടക്കണേന്നുള്ളത് ഇനിയുള്ള എപ്പിസോഡ്സിൽ കാണാട്ടാ. അപ്പിന്ന് ഹായ് പറയാനുള്ള ആള് വന്നേ. ഹായ് റിഥ ഫാത്തിമ. കുഞ്ഞിക്കാട്ടൂന് ഇഷ്ടാവണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും ഒന്ന് കാണണേട്ടാ.